പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗുഡ് പീപ്പിൾ ആർ വെർച്യുവസ് എന്ന് പഴമക്കാർ പറയും. നല്ലവരെല്ലാം നന്മയുള്ളവരാണ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, സുഹൃത്തുക്കളെ, വിത്രേസ സ്പിരിച്വൽ സെന്ററിന് വേണ്ടി നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ക്ലാസ് എങ്ങനെ നമ്മുടെ ആത്മവിശ്വാസം വളർത്താം, പരിപോഷിപ്പിക്കാം, ഉയർത്താം എന്നതിൻ്റെ 13ാമത്തെ എപ്പിസോഡ് ക്ലാസ്സാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ഇന്നത്തെ ക്ലാസ്സിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് തന്നെ ഓട്ടോ സജഷൻസ് എന്നാണ്. റിപ്പീറ്റിംഗ് പോസിറ്റീവ് അഫർമേഷൻ ആൻഡ് റിപ്പീറ്റിംഗ് പോസിറ്റീവ് സജഷൻസ് വിൽ മേക്ക് എ ലോട്ട് ഇൻ യുവർ ലൈഫ്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മൾക്ക് തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സജഷൻസ്. ഇതാണ് സെൽഫ് കോൺഫിഡൻസ് വളർത്താനായിട്ടുള്ള ഏക മാർഗം. നമ്മൾ പറയുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും രത്ന ചുരുക്കം ഇതാണ്: ഐ ക്യാൻ ആൻഡ് ഐ വിൽ ഡു ഇറ്റ്. യു ക്യാൻ ആൻഡ് യു വിൽ ഡു ഇറ്റ്. നമ്മൾക്ക് സാധിക്കും, എനിക്കിത് സാധിക്കും. ഞാൻ സുന്ദരനാണ്, ഞാൻ മിടുക്കനാണ്, ഞാൻ പഠിക്കുന്നവനാണ്, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്. ഏതു കാര്യവും ഞാൻ ചിന്തിച്ചാൽ ഞാൻ അതിനു വേണ്ടി പരമാവധി ശ്രമിക്കുകയും പരിശ്രമിക്കുകയും നേടുകയും ചെയ്യുന്നവനാണ്. ഏതൊരു കാര്യത്തിലും മുന്നിട്ട് എടുക്കാനുള്ള ശക്തി എനിക്കുണ്ട്. സംശയിക്കരുത്. എപ്പോഴും നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഓട്ടോ സജഷൻ. ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന അഫർമേഷൻസ്. ഐ എം ഗുഡ്, ഐ എം കീപ്പിംഗ് വെൽ, ഐ ആം ഇൻ്റലിജൻറ്റ്, ഐ എം ഹാൻസം. എല്ലാം നമ്മൾക്ക് പോസിറ്റീവായിട്ടുള്ള സജഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള വ്യത്യാസം നമ്മൾക്കുണ്ടാകും. എന്നെ കാണാനായിട്ട് കൊള്ളില്ല, എന്നെ കാണാനായിട്ട് ഒരു ലുക്കില്ല. ഞാൻ എൻ്റെ കൗൺസിലിങ്ങിലൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് കുട്ടികളോടൊക്കെ, എങ്ങനെയുണ്ട് തന്നെക്കുറിച്ച്? അപ്പോൾ പറയും കുഴപ്പമില്ല. ഞാൻ പറയും കുഴപ്പമില്ല എന്നല്ല, കൊള്ളാം, മിടുക്കനാണ്. ഇതാണ് നമ്മൾക്ക് എപ്പോഴും നമ്മളോട് പറയേണ്ട ആവശ്യം. താൻ സുന്ദരനാണോ, താൻ സുന്ദരിയാണോ എന്ന് ചോദിച്ചാൽ ചിലർക്കൊക്കെ സംശയമാണ്. ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണ്, എനിക്കൊരുപാട് കഴിവുകളുണ്ട്. ഡോണ്ട് കമ്പയർ വിത്ത് എനിബഡി. ആരുമായിട്ടും നമ്മളെ തന്നെ താരതമ്യപ്പെടുത്തരുത്. താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമുക്ക് പോരായ്മകൾ അവനെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ കുറവുകൾ, പോരായ്മകളുണ്ട് എന്ന് നമ്മൾ പറയുന്നതിനേക്കാളും നമ്മളിലുള്ള കഴിവുകളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. പോസിറ്റീവ് തോട്ട്സ് പ്രൊഡ്യൂസ് പോസിറ്റീവ് എഫക്റ്റ്. നെഗറ്റീവ് തോട്ട്സ് പ്രൊഡ്യൂസ് നെഗറ്റീവ് എഫക്ട്സ് ആണ്. ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഫലങ്ങളും പോസിറ്റീവ് ആയിരിക്കും. ചിന്തകൾ നെഗറ്റീവ് ആണെങ്കിലോ അതിൻ്റെ ഫലങ്ങളും നെഗറ്റീവ് ആയിരിക്കും. എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളെ ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്. എപ്പോഴും നെഗറ്റീവായിട്ട് അദ്ദേഹം സംസാരിക്കുകയുള്ളൂ. നമുക്കറിയാം, ചില കാലാവസ്ഥകളിലൊക്കെ ചെല്ലുമ്പോൾ, ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ചില ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ചില എൻവയൺമെൻറ്റിൽ ചെല്ലുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. ഈ നെഗറ്റീവ് എനർജിയുടെ ഫീലിംഗ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എപ്പോഴും തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്, ഞാൻ വലിയൊരാളാണ്, എനിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഞാൻ. ഇത് ഒരു നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്നത്, നെഗറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കാനായിട്ട് പറയും. പക്ഷേ നമുക്ക് അകന്ന് നിൽക്കാതെ തന്നെ പോസിറ്റീവ് എനർജി കൊണ്ട് നമുക്ക് അതിനെ നിറയ്ക്കാനായിട്ട് സാധിക്കും. നെഗറ്റീവ് എനർജികളോടത്ത് പോകുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും, അസുഖം ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നെഗറ്റീവ് എനർജിയെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എനർജി എന്നെ ബാധിക്കുകയില്ല. അപ്പം നെഗറ്റീവ് തോട്ട്സിനെ കഴിവതും ഒഴിവാക്കാനായിട്ട് നമുക്ക് ഏറ്റവും സാധിക്കുന്ന ഒരു രീതിയാണ് ഓട്ടോ സജഷൻസ്. നമ്മളുടെ കഴിവുകളെക്കുറിച്ച് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളോട് തന്നെ. നമ്മളുടെ ഓരോ ഉയർച്ചയെയും കുറിച്ച്,
ഓരോ വളർച്ചയെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ ഒരു എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് എന്ന് പറയും. ഈ സന്യാസികളുടെ ഇടയിലേക്കുള്ള ഒരു പ്രവൃത്തിയാണ്. ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ അന്നത്തെ പ്രവൃത്തികളെക്കുറിച്ച് അവർക്ക് എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്, മനസ്സിൻ്റെ പരിശോധന നടത്തണം. ഈ മനസ്സിൻ്റെ പരിശോധന വളരെ നല്ലതാണ്. മനസ്സിനെ പരിശോധിക്കുമ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു, ഇന്ന് എൻ്റെ ഭവനത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു, ഇന്ന് എൻ്റെ വർക്ക് സ്ഥലത്ത് ഞാൻ എങ്ങനെയായിരുന്നു, ഇന്ന് എൻ്റെ യാത്രയിൽ ഞാൻ എങ്ങനെയായിരുന്നു, ഇന്ന് എൻ്റെ സൊസൈറ്റിയിൽ ഞാൻ എങ്ങനെയായിരുന്നു. ഗുഡ് ഗുഡ് എന്ന് നമുക്ക് നമ്മോട് തന്നെ പറയുവാനായിട്ട് സാധിക്കണം. മനോഹരമായിട്ടൊരു ഒന്ന് പുഞ്ചിരിക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വന്ന് മനോഹരമായിട്ട് പുഞ്ചിരിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരും പറയുന്നതല്ലേ, മനോഹരമായിട്ട് പുഞ്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. അതാണ് അത്. നമ്മൾ നന്മ എവിടെ കണ്ടു കഴിഞ്ഞാലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടും. നല്ല പ്രസാദമുള്ള മുഖമാണെന്ന് പറയില്ലേ. പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ മുഖത്തിൻ്റെ, മുഖമാണല്ലോ മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയില്ലേ. മനസ്സ് സന്തോഷമാണെങ്കിൽ അത് മുഖത്ത് പ്രകടിതമാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് സക്സസ് ആണ് ആവശ്യം. സക്സസ് ആണ് സെൽഫ് കോൺഫിഡൻസ് വളർത്തുക. സക്സസ് നമുക്ക് ഉണ്ടാകുവാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾക്കുള്ള എനർജി, സ്കിൽസ്, സ്ട്രെങ്ത്, എബിലിറ്റീസ്, ഇതാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകളാണ്. എബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കഴിവുകളുടെ വിവിധ ഘടകങ്ങളാണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശക്തിയാണ്. ഏകദേശം ഇത് 3 പദമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും അർത്ഥങ്ങളൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും നിലനിൽക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ എബിലിറ്റീസ്, നമ്മുടെ സ്കിൽസൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഉണ്ട്, നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിലോ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതവർ മനസ്സിലാക്കി പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കണമെന്ന് മാത്രമാണ്. അവന് മാത്രമേ വളരാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അവൾക്ക് മാത്രം. എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. അവനും അവൾക്ക് മാത്രമേ വിശുദ്ധനാകാൻ സാധിക്കുകയുള്ളൂ. എനിക്കും വിശുദ്ധനായിക്കൂടെ എന്ന് വിശുദ്ധൻ ചോദിച്ചില്ലേ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അനുദിന ജീവിതത്തിൽ നമ്മൾ തളർന്ന് പോകാത്തവരായിരിക്കണം. ഒരു മേഖല നമുക്കൊരു പക്ഷേ പരാജിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടെ നമ്മൾ വിട്ടുപോരുകയല്ല. ഏതെല്ലാം കുറവുകളാണ് ആ മേഖലകളിൽ എനിക്ക് വളരാനായിട്ട് സാധിക്കാതെ പോയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലകളിൽ തന്നെ വീണ്ടും വീണ്ടും പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അല്ലാതെ കുരങ്ങിനെ പോലെ എന്നൊക്കെ പറയില്ലേ, ഒരു കൊമ്പിൽ ചാടി പിന്നെ അപ്പുറത്തോട്ട് ചാടി, അല്ലെങ്കിൽ പറയില്ല അക്കരെ നിന്നപ്പോൾ ഇക്കരെ പച്ച, ഇക്കരെ നിന്നപ്പോൾ അക്കരെ പച്ച എന്ന്. അങ്ങനെ തളർന്നു പോകാത്തവരായിട്ട് ഒന്ന് നഷ്ടപ്പെടുമ്പോൾ വീണ്ടും 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 എന്നുള്ള ആ മുന്നോട്ട് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകാനായിട്ട് സാധിക്കണം. അതിന് നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് തന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്ന് പറഞ്ഞ് സദാസമയം പറഞ്ഞ് നമ്മൾക്ക് അവരിലൊരു മോശമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാക്കി കൊടുക്കല്ല, മറിച്ച് നമുക്ക് നമ്മോട് തന്നെ പറയാനായിട്ട് സാധിക്കണം. നമ്മുടെ കഴിവുകളെക്കുറിച്ച്, നമ്മളുടെ രൂപഭാവങ്ങളെക്കുറിച്ച്, നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച്. അങ്ങനെ നമ്മളുടെ നേട്ടങ്ങളെ, നമ്മുടെ ഉയർച്ചകളെ, നമ്മുടെ വളർച്ചകളെ, ഇക്കാലഘട്ടം വരെ ഉണ്ടായിട്ടുള്ള എല്ലാത്തിനെയും കുറിച്ച് ചിന്തിച്ചിട്ട് ഫെയിലിയേഴ്സിനെ കുറിച്ച് വിഷമിക്കാതെ ഫെയിലിയേഴ്സ് സക്സസ്സിലേക്കുള്ള പടികളാക്കി മാറ്റാനായിട്ട് സർവേശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഓട്ടോ സജഷൻ കൊടുക്കുന്ന വ്യക്തികളായിട്ട് ഇന്ന് നമുക്ക് തീരാനായിട്ട് നല്ല തീരുമാനം എടുക്കാം. റിപ്പീറ്റഡ് സെൽഫ് അഫർമേഷൻ ആൻഡ് റിപ്പീറ്റഡ് സെൽഫ് സജഷൻസ്. സ്വയം തന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മളിൽ ഉൽപ്പാദിപ്പിക്കുകയും നെഗറ്റീവായിട്ടുള്ള എനർജിയെ നമ്മളിൽ നിന്ന് അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. സർവേശ്വരൻ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.